ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, ആ സിനിമയുടെ അവസാനം അയാൾക്ക് മറ്റൊരു പേരോടുണ്ട് എന്ന് വെളിപ്പെടുത്തി എന്നൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ വന്ന് അടിച്ചിരിക്കുന്നത്. ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ. അയ്യോ, വാവ് വാവ് ഫാക്ടറാണ്, വാവ് ഫാക്ടർ. ഇപ്പോൾ പുള്ളി ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രിലോജി എന്ന് പുള്ളി ഇപ്പം തന്നെ അടിച്ചു. അതായത് മൂന്നാം ഭാഗമുണ്ട്, സെക്കൻഡ് പാർട്ട്. അതായത് ഈ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ എമ്പുരാന്റെ അവസാനം അത് അതിനുള്ള ലീഡ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു ലോകമുണ്ട് എന്ന് നിങ്ങളെ അറിയിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. മറ്റൊരു ലോകം എന്ന് പറയുമ്പോൾ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ലൂസിഫർ, ഖുറേഷി അബ് പിന്നെ റാമാണ്, റാം എന്നൊക്കെ പറയുന്നത്. എന്തൊരു തള്ളാണ് പോയി ഇതൊക്കെ. ഇതൊക്കെ ഒരു വഴിക്ക് പോകൂ. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ എമ്പുരാനെ കുറിച്ച് ഞാൻ ചെയ്തു 2 ദിവസം മുമ്പേ. ഞാൻ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് പേടിയായി തോന്നുന്നു, എനിക്കാകെ പേടിയാവുന്നുണ്ട്. അതായത് ഈ പടം വിജയിക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. 5 ലൈക്ക്, 10-15 കമന്റ്. ഇതെന്തോ ഒരു ഈക്വേഷൻ ഒരു കറക്റ്റ് അല്ലല്ലോ. എപ്പോഴും ഈ ലൈക്ക് 10-100 ലൈക്ക് ഉണ്ടെങ്കിൽ, ഒരു 20 കമന്റ് ഉണ്ടെങ്കിൽ ഒരു രസമുണ്ട്. അല്ലെങ്കിൽ 100 ലൈക്ക് 100 കമന്റ്, അത് സൂപ്പറാണ്. അത് എല്ലാവർക്കും കിട്ടത്തില്ല. ഞാൻ അത്രയ്ക്കും വലിയ യൂട്യൂബർ ഒന്നല്ല. പക്ഷേ ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിന് ഇത്രയും വലിയ ഹേറ്റഡ് എന്തിനാ പോയി? ഞാൻ എന്താ തെറ്റ് ചെയ്തത്? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനകത്തുള്ള കുട്ടിത്വം, ലാലേട്ടനകത്തുള്ള കുട്ടിത്വം നമ്മൾ ബറോസിലൊക്കെ കണ്ടതാണ്. പുള്ളി ഡയറക്റ്റ് ചെയ്ത പടമാണ്. ഈ കലാകാരന്മാർക്കകത്തൊക്കെ ഒരു കുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് തെറ്റൊന്നുമല്ല, ഞാൻ തെറ്റായിട്ടല്ല അതിനെ പറഞ്ഞത്, അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഈ കുട്ടിയുടെ വികൃതികൾ വന്നിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ട് ഇത് നമ്മൾ കാശ് കൊടുത്ത് കാണുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുവോ? ലിജോ ജോസിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, വാലിബന്റെ കേസ്. ലിജോ ജോസിനകത്തുള്ള കുട്ടി പുറത്തു വന്നത് അതിപ്പോ ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. ഈ അകത്തൊളിഞ്ഞു കിടക്കുന്ന കുട്ടി, മൃഗമല്ല കുട്ടി പുറത്തു വരുമ്പോൾ അതിനെ പ്രേക്ഷകർ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണത്. അങ്ങനെയാണ് ഞാൻ ഈ ലൂസിഫറിനെ, ഈ എമ്പുരാനെ കുറിച്ച് പറഞ്ഞത്. ലൂസിഫർ സൂപ്പർ ആയിരുന്നു. ലൂസിഫർ എടുത്ത സമയത്ത് തന്നെ 2 പാർട്ടോ 3 പാർട്ടോ എടുക്കുകയായിരുന്നെങ്കിൽ, ഈ ഗാങ്സ് ഓഫ് വസപ്പൂർ എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്, അനുരാഗ് കശ്യപിന്റെ. അപ്പൊ അത് സെക്കൻഡ് പാർട്ടും സൂപ്പറാ, ഫസ്റ്റും സൂപ്പറാ. കാരണം ഒറ്റ കഥയാണ്, ഒരേ സമയത്ത് എഴുതിയാണ്, ഒരേ മൂഡിലിരുന്ന് എഴുതിയാണ്. അപ്പൊ അതങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് പോയി. പക്ഷെ ഈ ലൂസിഫർ, ഈ എമ്പുരാൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ അടുത്ത പാർട്ട് എന്തായിരിക്കും? തമ്പുരാൻ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വിജയിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കണ്ടിട്ട് പൊളിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ എൻ്റെ വീഡിയോ ഫുള്ള് കാണാതെ കുറെ കമന്റൊക്കെ യൂട്യൂബ് മാറ്റി കളഞ്ഞു. കുറെ നല്ല കമന്റൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. നല്ല കമന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തും നെഗറ്റിവിറ്റി ആവരാതാണ്. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞല്ലോ. അപ്പൊ അത് തന്നെയാണ് ഈ വീഡിയോയിലും. ലാലേട്ടന്റെ ഈ ഇത് കണ്ടപ്പോൾ ഇതിനകത്ത് പുള്ളി പൃഥ്വിരാജിനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഖുറേഷി അബ്രഹാമും അതിലെ ലോകമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. എന്തോ അഭിമുഖീകരിക്കുന്ന മൂന്നാം ഭാഗം കണ്ടാലേ നിങ്ങൾക്ക് പുള്ളിയുടെ കഥ ഫുള്ളായിട്ട് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് മൂന്നാം ഭാഗം കൂടെ കാണണമെന്ന് ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്. മൂന്നാം ഭാഗം ഉടനെ ഉണ്ടാവും തോന്നുന്നു, 1 കൊല്ലത്തിനകത്ത് ഉണ്ടാവും തോന്നുന്നു. ആ പറച്ചിൽ കേട്ടാൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പണ്ടത്തെ രാഷ്ട്രീയക്കാരുടെ ഇതായിരിക്കില്ല അല്ലേ, വാഗ്ദാനമല്ലേ കൊടുക്കാൻ പറഞ്ഞോളൂ. ഞാൻ പിന്നെ നെഗറ്റീവ് അടിക്കാതെ വിചാരിക്കരുത്. എന്തിനാണ് ഇത്രയും ബിൽഡപ്പ്? അവരുടെ ആഗ്രഹമാണ്, അവരുടെ ഒരു ഫ്രീഡമാണ്. അതിനകത്ത് ഞാൻ മാനേഴ്സ് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വന്നിട്ട് തെറി പറയുന്നുണ്ട്. ഞാൻ എന്താ മാനേഴ്സ് ഇല്ലാതെ പറഞ്ഞു? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? മറ്റേത് മറിച്ചത്, മോഹൻലാൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു? പൃഥ്വിരാജിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു? ഈ പടം വിജയിക്കണേ, ഈ പടം നല്ലപോലെ ഓടണേ, ഈ പടം ഒരു സൂപ്പർ ഹിറ്റ് ആവണേ, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റില്ല, കാരണം ഒരുപാട് ഈ സംവിധായകരൊക്കെ ഇല്ലാണ്ടേ ആയി പോകും, സംവിധായകരല്ല ഈ നിർമ്മാതാക്കൾ ഇല്ലാണ്ടേ ആയി പോകും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴും പറയാൻ തോന്നുന്നത്. കാരണം അമ്മാരി ബിൽഡപ്പാണ്. പുള്ളിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് പുള്ളി എമ്പുരാനെ കണക്കാക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ബറോസിനും ഇതുപോലത്തെ ബിൽഡപ്പൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ ഫാൻ ആണെങ്കിലും നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2ാം ഭാഗം ഭയങ്കര വലുപ്പത്തിലും ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന, എൻ്റെ ഒരു വിഷ്, എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ. പക്ഷെ എന്നാലും വന്നിട്ട് തെറി പറയരുത്. ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് കേട്ടിട്ട് വേണം
കമൻഡോളീസ്. പൃഥ്വിരാജിന്റെ ക്യാരക്ടറും കൂടെ റിവീൽ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ക്യാരക്ടേഴ്സ് ഓഫ് ദ മൂവി. സയ്യിദ് മസൂദ്. എനിക്ക് തോന്നുന്നത് ഈ സയ്യിദ് മസൂദിന്റെ കാര്യം പുള്ളി പറയുന്നുണ്ട്. സയ്യിദിന് ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു കഥയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ പുള്ളിയെ ഒന്ന് പ്രൊജക്ട് ചെയ്യാൻ, കാരണം ഫസ്റ്റ് പാർട്ടിൽ ഒരു ഹിറ്റ്മാൻ പോലെ വന്നിട്ട് പോവാണ്, ഞാനാണ് ഡയറക്ടർ, അപ്പോൾ എനിക്ക് കൂടുതൽ പ്രാധാന്യം വേണം എന്ന് പറഞ്ഞ് പുള്ളി ഇതിനകത്ത് കുറച്ച് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണേലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഓൾ ദ ബെസ്റ്റ്. പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ സെക്കൻഡ് പാർട്ടിൽ പാസ്റ്റാണ് കാണിക്കുന്നത് എന്നാണ് തോന്നുന്നത്. പ്രസന്റും ഫ്യൂച്ചറും അല്ല. ഫ്യൂച്ചർ ചിലപ്പോൾ മൂന്നാം ഭാഗത്തായിരിക്കും. പുള്ളിയുടെ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ, ഞാൻ സിനിമയൊന്നും കണ്ടില്ല. പുള്ളി പറയുന്ന ടോൺ വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ പാസ്റ്റും പുള്ളിയുടെ ഇതും ഒരു ബ്രീഫായിട്ട്, സയ്യിദ് മസൂദിന്റെ ഫാമിലിയും കാര്യങ്ങളും അതൊക്കെ ഒരു ബ്രീഫായിട്ട് നിങ്ങൾ കാണും എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ സയ്യിദ് മസൂദിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു അൽത്തുകുലത്തായി പോകുമോന്ന് എനിക്ക് ആ പേടി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും ഞാൻ പറയാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്, എന്നെ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യരുത്. ഞാൻ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളല്ല. നിങ്ങൾ ഈ സിനിമ നന്നാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പ്ലീസ് എന്നെ മനസ്സിലാക്കൂ. പുള്ളി പറയുന്നുണ്ട് വളരെ കോംപ്ലക്സ് ആയ ഒരു ലോകമാണ് നിങ്ങൾ ലൂസിഫറിന്റെ ആദ്യ ഭാഗത്തിൽ കണ്ടതെന്ന്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ലൂസിഫറിന്റെ ആദ്യ ഭാഗം എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര റോ മെറ്റീരിയൽ ആയിരുന്നു. അതൊരു ഭയങ്കര സിമ്പിൾ ആയിട്ട് സാധാരണക്കാരന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഈ സെക്കൻഡ് പാർട്ട് ഫെയിൽ ആവും എന്ന് ഞാൻ പറയാൻ കാരണം തന്നെ അതാണ്. ഈ സെക്കൻഡ് പാർട്ടിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്, എനിക്ക് തോന്നുന്നത്, എൻ്റെ പ്രതീക്ഷയിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര കോംപ്ലക്സിറ്റി ആയിരിക്കും. പക്ഷെ ഇവർക്ക് തോന്നുന്നത് ഇത് കോംപ്ലക്സ് അല്ല, ഇതാണ് ആൾക്കാർക്ക് മനസ്സിലാവുക എന്നുള്ള രീതിയിലായിരിക്കും. കാരണം ഈ 5 സ്റ്റാറിൽ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം അതാണ്, സാധാരണക്കാരന്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ പടത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നെഗറ്റീവ് കാര്യം, പടം പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ പടം വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ സംഭവിച്ചത്, ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ കാണിച്ചത് ഈ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ആ ഹിറ്റ് ഗ്രൂപ്പും ആ ഒരു സിൻഡിക്കേറ്റ്, ഈ സയ്യിദ് മസൂദ് എന്ന ലീഡ് ചെയ്യുന്ന ഹിറ്റ് ഗ്രൂപ്പും പിന്നെ ഖുറേഷി അബ്രഹാമിന്റെ സിൻഡിക്കേറ്റും, അത് ഒരു ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ലോകത്തിൽ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വെച്ചതെന്ന്. അതങ്ങനെ തന്നെയാണോ, അതൊരു മിസ്കൺസെപ്റ്റ് ആണോ എന്നാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെയാണ് എനിക്കിതിൽ സംശയം വരാനുള്ള കാരണങ്ങൾ. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചാണ്. കാരണം എങ്ങനെ പറയുക, ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയുടെ ആ ഒരു കോംപ്ലക്സിറ്റി എന്നിവർ പറയുന്നില്ലേ, ഒരു സിനിമയുടെ ആ ഒരു റോ നേച്ചർ. ഇപ്പം നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു റോ നേച്ചർ എന്ന് പറയുന്നത് സിംപ്ലി വണ്ടർഫുൾ ആണ്. ഒരു 2 പേര് അവർ ചെന്നൈയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, ചെന്നൈയല്ല ദുബായിലേക്ക് പോകണമെന്ന് ഉള്ള പ്ലാൻ ചെയ്യുന്നു, പോകുന്നു. അവരെങ്ങനെ ചെന്നൈയിലെത്തുന്നു, ചെന്നൈയിൽ അവരെങ്ങനെ കഷ്ടപ്പെടുന്നു, ചെന്നൈയിൽ ആ പാട്ട്, ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട്, കാരണം ആ വണ്ടി തള്ളിക്കൊണ്ട് കായികറി വിൽപ്പന, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു റോ സംഭവമാണ്. കാരണം ഒരുപാട് മലയാളീസിനും ഗൾഫ് മലയാളീസിനും ചെന്നൈയിലുള്ള മലയാളീസിനും ബോംബെയിലുള്ള മലയാളീസിനും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എനിക്ക് ആ സമയത്ത് 8 വയസ്സോ 6 7 വയസ്സോ കണ്ടാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ കണ്ട ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ നാടോടിക്കാറ്റിന്റെ ആ ഒരു ഇത്. ഞാൻ അത് ഒരു വീടിന്റെ, അതായത് സ്റ്റെപ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്, TV അവിടെയാണ്, ഞാൻ സ്റ്റെപ്സിന്റെ താഴെയാണ്, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചെറിയ പയ്യൻ ഇങ്ങനെ കളിച്ചിട്ട് വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ സ്കൂളിന്റെ അടുത്താണ് ആ വീട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട്, ഈ മലയാളം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവത്ത പോലും ഇല്ല, കാരണം എൻ്റെ വീട്ടിൽ സംസാരിച്ചിരുന്നതൊക്കെ തമിഴാണ്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നോക്കി നിന്നിട്ട് ഇങ്ങനെ ഈ നാടോടിക്കാറ്റ്, ഈ ഞാൻ കണ്ട സീൻ എന്ന് പറഞ്ഞാൽ മറ്റേ അറബി ഡ്രസ് ഇട്ടുകൊണ്ട് നടന്നു പോകുന്ന ആ സീനാണ്. അപ്പൊ എനിക്ക് ഈ പടം ഇത്രയ്ക്കും ഓർമ്മയിൽ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു റോ നേച്ചറാണ്. ഈ ലൂസിഫർ സിനിമയിൽ ഒരുപാട് സീൻസ് ഉണ്ട്. എനിക്ക് ഇത്രയും കാലം, ഇത്രയും ഏജ് ആയിട്ടും, എനിക്കിപ്പോൾ 42 വയസ്സായി, ഈ ഏജ് ആയിട്ടും എനിക്ക് ഈ ലൂസിഫർ സിനിമയിൽ ഒരുപാട് സീൻസ് ഉണ്ട് ഇങ്ങനെ, അതായത് മനസ്സിലിങ്ങനെ തങ്ങിയിരിക്കുകയാണ്. അതേപോലെയാണ് ഒരുപാട് പ്രേക്ഷകർക്ക്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. ഒരുപാട് പ്രേക്ഷകർ, ഒരുപാട് കൊച്ചുകുട്ടികൾ, ഒരുപാട് പ്രായമുള്ള ആൾക്കാർ, മിഡിൽ ഏജിലുള്ളവർ, അല്ലെങ്കിൽ 20സിലുള്ളവർ, 30സിലുള്ളവർ, 40സിലുള്ളവർ, 50സിലുള്ളവർ, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലൂസിഫറിലുണ്ട്. സ്പെഷ്യലി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ടൊവിനോയുടെ ആ സ്പീച്ച് ഉണ്ടല്ലോ, അത് ഒരുപാട് ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ജയിലിലെ ആ പാട്ട്, അത് ഒരുപാട് ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റും.
തമ്പി മയിൽവാകണം ഞാൻ തലയില്ലടാ തല എടുக்கிறവൻ എന്ന് പറയുന്ന ആ ഡയലോഗ് ഒരുപാട് ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു റോ ഫീലിംഗ് ആണ് ആ പടത്തിലുള്ളത്, ലൂസിഫറിലുള്ളത്. പക്ഷെ ഈ എമ്പുരാനില് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇതൊരു ഭയങ്കര ഹോളിവുഡ് റേഞ്ചിൽ പട എന്നുള്ള വെടിവെപ്പും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ്. ഹിൽ സ്റ്റേഷനും കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ ഒരു തമിഴൻ ഒരു ക്യാരക്ടർ, പിന്നെ മറ്റേ പാർട്ടിയിൽ തന്നെ ചതിക്കുന്ന മറ്റേ ഷാജന്റെ ക്യാരക്ടറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഒരുപാട്, പിന്നെ നമ്മുടെ ബൈജുവിന്റെ ലാസ്റ്റില് ഒരു മര്യാദ വേണ്ടേ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ ആ പടത്തിനകത്ത്, ആ പടം വിജയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോരോ സീനും സൂപ്പർ ഹിറ്റാണ്. ഓരോരോ അതായത് ഓരോ ഫ്രെയിമും ഒരു പോസ്റ്ററാണ്. ഓരോരോ ആർട്ടിസ്റ്റും സൂപ്പർ സ്റ്റാറാണ്. ചെറിയ ആർട്ടിസ്റ്റിനെ എടുത്താൽ പോലും ആ ജയിലിൽ ഇടിയുണ്ടാക്കാൻ വരുന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കാം. അമ്മാതിരിയാണ്. ഒരു ഹിസ്റ്റോറിക് മൂവിയാണ് ലൂസിഫർ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എമ്പുരാൻ അതുപോലെ ആയിരിക്കുമോ? അതുപോലെ ആയിരിക്കണേ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എന്ന് വേണേലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.